ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് സോഷ്യൽ സയൻസ് ക്വിസിന് വേണ്ട പരിശീലന ചോദ്യങ്ങളാണ്. വാവുകൾക്ക് ഏഴാം നാൾ രൂപപ്പെടുന്ന ദുർബലമായ വേലികളെ എന്തു പേരിൽ അറിയപ്പെടുന്നു? സപ്തമി വേലി. പൂർവ്വഘട്ടത്തിന് സമാന്തരമായി കിടക്കുന്ന സമുദ്രം ഏത്? ബംഗാൾ ഉൾക്കടൽ. കൂടംകുളം കൂടാതെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ആണവോർജ്ജ നിലയം ഏത്? കൽപ്പാക്കം. ഇന്ത്യൻ ഭരണഘടനയുടെ 101 ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? GST, ചരക്കു സേവന നികുതി. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്ന ദിനം ഏത്? നവംബർ 26. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ശങ്കരാചാര്യർ. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം. ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഐക്യരാഷ്ട്ര പൊതുസഭ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചത് 2007 ജൂൺ 15. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളി. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1936 നവംബർ 12 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ഏത് രാജാവ്? ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ ഏത്? പീറ്റർ മാരിറ്റ്സ്ബർഗ്. അജന്ത എല്ലോറ ഗുഹകൾ ഏതു സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഭീംബട്ക ഗുഹാ ചിത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. കണ്ണീരും കിനാവും എന്ന ആത്മകഥ നമ്മുടെ നാടിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ്. ഈ ആത്മകഥ എഴുതിയതാര്? VT ഭട്ടതിരിപ്പാട്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 35. അഡോൾഫ് ഹിറ്റ്ലർ ഏതു രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു? ജർമ്മനി. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ ദളവയായിരുന്ന വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് എന്ന്? 1600. പ്ലാസി യുദ്ധം നടന്നതെന്ന്? 1757. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? വൈകുണ്ഠസ്വാമികൾ. താങ്ക് യു.